ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിൽ ഒരു വചനം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ഒരു ഡോക്ടറിന് പിഴവ് പറ്റിയാൽ ഒരു രോഗി മരണപ്പെട്ടേക്കാം. ഒരു എഞ്ചിനീയറിന് പിഴവ് പറ്റിയാൽ പാലമോ അല്ലെങ്കിൽ കെട്ടിടമോ തകർന്ന് കുറച്ചു പേർ മരിച്ചേക്കാം. അതേസമയം ഒരു അധ്യാപകന് പിഴവ് പറ്റിയാൽ ഒരു ആകമാനം പ്രതിസന്ധിയിലാകും എന്ന വചനമാണ് എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തെ മേന്മയിലെത്തിക്കുവാൻ പ്രതിബദ്ധതയുള്ള ജനമാണ് അധ്യാപക സമൂഹം. പുരാതന ഇന്ത്യയുടെ ഒരു കഥയാണ് എനിക്ക് ടീച്ചർമാരോട് ഇന്ന് ആദ്യമായി പങ്കുവയ്ക്കുവാനുള്ളത്. ഞാനൊരു പുരാതന ഇന്ത്യയിൽ നടന്നു വന്ന ഒരു യാഥാർത്ഥ്യ കഥ നിങ്ങളെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഇന്നുള്ള നമ്മുടെ കുഞ്ഞുങ്ങളുടെ സപ്ത സ്വഭാവങ്ങളെ നിങ്ങളെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ആ സപ്ത സ്വഭാവങ്ങൾക്കനുസൃതമായി സപ്ത നിർദ്ദേശങ്ങൾ എങ്ങനെ അധ്യാപകരാകണം എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പുരാതന ഇന്ത്യയിൽ അമരശക്തി എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് 4 രാജകുമാരന്മാരുണ്ടായിരുന്നു. രാജ്യാഭിവൃദ്ധിയും രാജ്യ പുരോഗതിയും നന്നേ നടന്നിരുന്നു. അങ്ങനെ അമരശക്തി രാജാവ് രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കും പുരോഗതിക്കും വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഈ 4 രാജകുമാരന്മാരും അവരുടെ ജീവിതചര്യകളിൽ കൃത്യതയില്ലാതെ നേരില്ലാത്ത രീതിയിൽ നടന്നുകൊണ്ടിരുന്ന സാഹചര്യം നിലവിൽ വന്നു. അവർ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല. അവർ ആർഭാടത്തിൽ മുഴുകുന്ന 4 രാജകുമാരന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ അമരശക്തി രാജാവ് തൻ്റെ രാജ്യത്തിലെ പ്രധാനപ്പെട്ട പാണ്ഡിത്യമുള്ള ജ്ഞാനികളായ അറിവുള്ള അധ്യാപകരെ ഈ 4 രാജകുമാരന്മാരെയും വിദ്യാഭ്യാസത്തിന് ക്രമീകരിച്ചു. പക്ഷെ 4 രാജകുമാരന്മാരുടെയും ഉദ്ദേശശുദ്ധി നല്ലതല്ലായിരുന്നത് കൊണ്ടും ഞാനെന്നുള്ള ഭാവം അവർക്കുണ്ടായിരുന്നത് കൊണ്ടും ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് അവർ ചിന്തിച്ചിരുന്നത് കൊണ്ട് തന്നെ അവർ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുവാനോ പഠിക്കുവാനോ എന്തിനേറെ അക്ഷരമാല പോലും പഠിച്ചെടുക്കുവാൻ അവർ തയ്യാറായില്ല. അമരശക്തി രാജാവ് ക്രമേണ വേദന അനുഭവിച്ചു തുടങ്ങി. അദ്ദേഹം സങ്കടത്തിൽ അകപ്പെട്ടു. തന്റെ ഈ രാജ്യത്തിന്റെ ക്ഷണികമായി തീരുമാനമെടുക്കേണ്ട രാജകുമാരന്മാർ വിദ്യാഭ്യാസത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നു. പാണ്ഡിത്യത്വത്തോടെ ജ്ഞാനികളായി ഈ രാജഭരണം നടത്തേണ്ട രാജകുമാരന്മാർ തങ്ങളുടെ കർത്തവ്യത്തിൽ നിന്ന് ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. രാജാവ് ആകുലനായി. എന്നിട്ടും പല അധ്യാപകന്മാർ ശ്രമിച്ചിട്ടും ഈ 4 രാജകുമാരന്മാരും പഠിക്കുവാൻ ഉദ്ദേശമില്ലായിരുന്നു. അങ്ങനെ അമരശക്തി രാജാവിന്റെ പ്രധാന വൃദ്ധൻ വിശ്വശർമ്മ എന്നൊരു അധ്യാപകനെ രാജാവിന്റെ മുന്നിൽ കൊണ്ടുവന്നു. വിശ്വശർമ്മ രാജാവിനെ ബോധിപ്പിച്ചു: അല്ലയോ രാജാവേ, അങ്ങയുടെ 4 രാജകുമാരന്മാരെയും ഞാൻ 6 മാസം കൊണ്ട് വിദ്യാസമ്പന്നരായി ക്ഷണികമായി തീരുമാനമെടുക്കുന്ന വിദ്യാർത്ഥികളായി നല്ല കുട്ടികളായി മാറ്റാം എന്ന് പറയുന്നു. അപ്പോൾ അമരശക്തി രാജാവിന് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ഒരുപാട് കേവന്മാർ വിചാരിച്ചിട്ട്, വിദ്യാസമ്പന്നർ വിചാരിച്ചിട്ട്, ജ്ഞാനികൾ വിചാരിച്ചിട്ട് തന്റെ രാജകുമാരന്മാരെ ഉന്നതിയിലേക്ക് നയിക്കുവാനോ വിദ്യാഭ്യാസം നൽകുവാനോ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വിശ്വശർമ്മ എന്ന സാധാരണ അധ്യാപകൻ എങ്ങനെയാണ് രാജകുമാരന്മാരെ വിദ്യാഭ്യാസം നൽകുവാൻ സഹായിക്കുന്നത്? അങ്ങനെ വിശ്വശർമ്മ എന്തായാലും അമരശക്തി രാജാവ് തന്റെ ഇഷ്ടഭൃത്യൻ പറഞ്ഞതല്ലേ എന്ന് കരുതി 4 രാജകുമാരന്മാരെയും വിശ്വശർമ്മയെ ഏൽപ്പിച്ചു. വിശ്വശർമ്മ നദിക്കരയിലുള്ള തന്റെ കുടിലിലേക്ക് ഈ 4 രാജകുമാരന്മാരെയും വിളിച്ചു. തങ്ങളുടെ ആർഭാട സൗകര്യങ്ങളിൽ നിന്ന് ഈ 4 രാജകുമാരന്മാരും ആദ്യം വിഷ്ണുശർമ്മയോട് പോകുവാൻ വിസമ്മതിച്ചു. എന്നാൽ അമരശക്തി രാജാവിന്റെ നിർബന്ധം നിമിത്തം ഈ രാജകുമാരന്മാർ വിഷ്ണുശർമ്മ അധ്യാപകരുമായി പോയി. അപ്പോൾ ഇവരുടെ തണ്ടും ഇവരുടെ തിമിരും ഇവരുടെ പ്രശ്നങ്ങളും മനസ്സിലാക്കിയ വിഷ്ണുശർമ്മ ഇവരെ 4 പേരെയും ഒരുമിച്ച് വിളിച്ച് കഥകൾ പറയുവാൻ തുടങ്ങി. സമൂഹത്തിൽ നടന്നതും
നടക്കപ്പെടേണ്ടതുമായിട്ടുള്ള സാഹചര്യങ്ങൾ കഥാരൂപേണ അവർ ഈ 4 രാജകുമാരന്മാരെയും പഠിപ്പിച്ചു. ആ പഠനം അവർക്ക് 4 രാജകുമാരന്മാർക്കും ഇഷ്ടപ്പെട്ടു. അവർ ചരിത്രം പഠിച്ചു വന്നു. മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ പോകണമെന്ന് പഠിച്ചു. അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ വിദ്യാഭ്യാസവും അക്ഷരമാലയും ആവശ്യമെന്ന് അവർ കഥകളിലൂടെ തിരിച്ചറിഞ്ഞു. അവർ തന്നെ നിർബന്ധിതരായി, അവർ തന്നെ ആവശ്യപ്പെട്ടു. തങ്ങൾക്ക് വിദ്യാഭ്യാസം വേണമെന്നും അവർക്ക് പഠിക്കണമെന്നുമുള്ള ചിന്ത ഈ 4 രാജകുമാരന്മാർക്ക് വരികയും പിന്നത്തേതിൽ വിദ്യാഭ്യാസം അവർ മുതൽക്കൂട്ടായിട്ട് എടുക്കുകയും അക്ഷരമാലകളും ഗണിതങ്ങളും പാണ്ഡിത്യവും ജ്ഞാനികളായി അവർ മാറപ്പെടുകയും ചെയ്തു. 6 മാസം കഴിഞ്ഞതിന് ശേഷം ഈ വിശ്വശർമ്മ അധ്യാപകൻ ഈ 4 രാജകുമാരന്മാരെയും അമരശക്തി രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അമരശക്തി രാജാവിനോട് ഈ 4 രാജകുമാരൻ പറയുന്നത് ജീവിതമാണ് പഠനം. അതാണ് ഈ ഗുരു നമ്മെ പഠിപ്പിച്ചത്. കഥകൾ. അപ്പോ രാജാവ് ഈ രാജകുമാരന്മാരെ കൊട്ടാരത്തിൽ വിട്ടു. ചില സംഗതികളൊക്കെ ഏൽപ്പിച്ചു. ക്ഷണികമായി തീരുമാനമെടുക്കുവാനുള്ള ഒരു കരുത്ത് അവർ ആർജിച്ചതായിട്ട് രാജാവിന് മനസ്സിലായി. അവർ നിർഭയരായിരുന്നു എന്ന് രാജാവിന് മനസ്സിലായി. പാണ്ഡിത്യമുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ അവർ തയ്യാറെടുത്തു കഴിഞ്ഞു എന്ന് അവർക്ക് മനസ്സിലായി. രാജഭരണം ഏറ്റെടുത്താൽ തന്നെ രാജ്യ പുരോഗതിക്ക് വേണ്ടിയും രാജ്യ ഉന്നതിക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന കരുത്തന്മാരായി അവർ മാറിക്കഴിഞ്ഞു എന്ന് അമരശക്തി രാജാവിന് മനസ്സിലായി. ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്ത് അമരശക്തി രാജാവ് വിശ്വശർമ്മ അധ്യാപകനെ യാത്രയാക്കി. പ്രിയപ്പെട്ട അധ്യാപകനെ, ഞാൻ ഈ കഥ നിങ്ങളോട് പറഞ്ഞത് കഥകളിലൂടെ ജീവിതമാർഗം പഠിപ്പിച്ച ഈ വിശ്വശർമ്മ അധ്യാപകൻ നമുക്ക് പകർന്നു തരുന്ന ചില പാഠങ്ങളുണ്ട്. കുട്ടികളുടെ രീതിക്ക് കുട്ടികളെ നമുക്ക് പഠിപ്പിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ, കുട്ടികൾ നമ്മൾ പഠിപ്പിക്കുന്നത് പഠിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ, അവരുടെ രീതികൾ നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല എങ്കിൽ കുട്ടികളുടെ രീതികളിലേക്ക് നമ്മൾ മാറണം എന്നാണ് വിശ്വശർമ്മ അധ്യാപകൻ അവിടെ നമ്മെ പഠിപ്പിച്ചത്. ഇവിടെയാണ് അധ്യാപക സമൂഹത്തിലായിരിക്കുന്ന ഞാനും നിങ്ങളും മാറി മാറി ചിന്തിക്കേണ്ടത്. മാറുന്ന ലോകത്ത് കുട്ടികളുടെ മനസ്സും സാഹചര്യവും മനസ്സിലാക്കുന്ന അധ്യാപകനാണ് വിജയിക്കുന്നത്. നാം സ്വയം ശോധന ചെയ്യണം. ഇതൊരു വെറും മീറ്റിംഗ് ആയിട്ടല്ല നമ്മൾ കാണേണ്ടത്. ഒരു യാഥാർത്ഥ്യം, 21ാം നൂറ്റാണ്ടിലെ യാഥാർത്ഥ്യമാണ്. പുസ്തകത്തിലൂടെ, എന്റെ വ്യക്തിപരമായ കാര്യവുമല്ല ഞാൻ പറയുന്നത്, പുസ്തക താളുകളുടെ ബലത്തിലാണ് ഞാൻ പറയുന്നത്. മാറുന്ന ലോകത്ത് വിദ്യാർത്ഥികളുടെ കഴിവും സാഹചര്യവും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന അധ്യാപകൻ മാത്രമേ ജീവിത വിജയം നേടൂ, ഉന്നതികളിലെത്തൂ. ആ അധ്യാപന വൃത്തിയിൽ അവർ മുകളിലോട്ട് പോകൂ എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ, ഈ മാറുന്ന ലോകത്തിൽ ഞാനും നിങ്ങളും പഠിച്ച സാഹചര്യമാണോ ആദ്യം നിലവിൽ നിൽക്കുന്നത് എന്ന് പരിശോധിക്കാം. ഇപ്പോഴുള്ള കുട്ടികളുടെ പേര് എന്താണെന്ന് അധ്യാപകർക്ക് അറിയാവോ? നമ്മൾ സാധാരണ അധ്യാപകരായിരുന്നു, കുട്ടികളായിരുന്നു. ക്ലാസ്സിൽ പോവും, നല്ല പഠിക്കുവാൻ ശ്രമിക്കും, അപ്പനമ്മമാർ പറയുന്നത് കേൾക്കും, ഗുരുശിഷ്യ ബന്ധം പുലർത്തിയിരുന്നു. പക്ഷേ 1997 മുതൽ 2010 വരെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഒരു പേരുണ്ട്, ജെൻസി കുട്ടികൾ. ജെൻസി കുട്ടികളാണ് എന്നാണ് അവരെ അറിയുന്നത്. ജെൻസി കുട്ടികളാണ്. 2010 മുതൽ 2024 വരെ ഉള്ള കുട്ടികളുടെ പേര് ജെൻ ആൽഫ എന്നാണ്. 2024 മുതൽ 2039 വരെ ജനിക്കുന്നതും ഇനി ജനിക്കാൻ പോകുന്നതുമായ കുട്ടികൾക്ക് ഇട്ടിരിക്കുന്ന പേര് ജെൻ ബീറ്റ എന്നാണ്. ആദ്യം നമ്മൾ ഈ 3 വേർതിരിവുകളെയും മനസ്സിലാക്കണം. നമ്മൾ പഠിപ്പിക്കുന്ന വിഭാഗത്തിലുള്ള കുട്ടികൾ ആരാണ് എന്നുള്ള ഉത്തമ ബോധ്യം അധ്യാപകരായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ആവശ്യമുണ്ട്. അപ്പോ നമ്മൾ ജെൻസി കുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യമായി നമുക്ക് ജെൻസി കുട്ടികളെ, അതായത് 2010 വരെ ജനിച്ച കുട്ടികളാണ് ജെൻസി കുട്ടികൾ.
ഏകദേശം നമ്മൾ പഠിപ്പിക്കുന്നത് ജെൻസി കുട്ടികളെയാണ്, ജെൻ ആൽഫ കുട്ടികളെയും പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണമെങ്കിൽ ജെൻസി കുട്ടികളുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് ഞാൻ നിങ്ങൾ ബോധവാന്മാരായിരിക്കണം, അറിഞ്ഞിരിക്കണം. ഞാനിന്ന് നിങ്ങളോട് ആദ്യമായി പങ്കുവയ്ക്കുവാൻ പോകുന്നത് ജെൻസി കുട്ടികളുടെ സപ്ത സ്വഭാവ സവിശേഷതകളാണ്. ഞാൻ ഏത് കാര്യം പ്രിപ്പയർ ചെയ്താലും സപ്തതയിൽ പിടിക്കും. കാരണം ഈ ലോകമുണ്ടായത് 7 ദിനങ്ങളും കൊണ്ടെന്നാണ് ഉൽപ്പത്തി പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യമായി മഹായിടവകയിൽ വന്നപ്പോൾ സപ്ത പദ്ധതികൾ ആവിഷ്കരിച്ചത്. എന്റെ മാന്യ CSI സുഹൃത്തുക്കൾ അതിനെ ചത്ത പദ്ധതികളെന്ന് അധിക്ഷേപിച്ചു. പക്ഷെ നിത്യനും നീതിമാനും സർവശക്തനും സർവജ്ഞാനിയുമായ എന്റെ പിതാവ് ആ സപ്ത പദ്ധതികളെ സ്വർഗത്തിൽ അംഗീകരിച്ചു. അതിന്റെ ഫലമാണ് ഒരു ഉന്നതി. അപ്പോ സപ്ത സ്വഭാവ സവിശേഷതകൾ ജെൻസി കുട്ടികളുടേത് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി സ്ക്രീൻ മോഷനിൽ ജനിച്ച കുട്ടികളാണ് ഇന്റർനെറ്റിന്റെയും സോഷ്യൽ മീഡിയയുടെയും ജീവിതത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്ക്. ശരിയാണ്, അത് നമ്മുടെ മക്കളെ, ഞാൻ ഇതൊന്ന് ജസ്റ്റ് ട്രെയിനിൽ നിന്ന് വായിച്ചപ്പോ ഞാൻ ആദ്യം ഇത് ചിന്തിച്ചത് എന്റെ മക്കളെ കുറിച്ചാണ്. നിങ്ങൾ മക്കളെ കുറിച്ച് ചിന്തിക്കുക എന്ന് നിങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടികളെ കുറിച്ച് ചിന്തിക്കുക. കണ്ണ് തുറക്കുന്നത് മുതൽ കണ്ണടയ്ക്കുന്നത് വരെ അവർ സ്ക്രീനിലായിരിക്കും. ശരിയല്ലേ? ഇന്ന് നമ്മുടെ കുട്ടികൾ തീറ്റയിൽ ജനിക്കുന്ന കുട്ടികളെ പോലും അമ്മമാർ പ്രസവിച്ചാൽ അമ്മമാർ എന്ത് ചെയ്യും? ഒന്ന് പാലുകുടിയൊക്കെ കഴിഞ്ഞിട്ട് മക്കൾക്ക് മൊബൈൽ എടുത്ത് കൊടുക്കും. മക്കളെ ഇതാ നോക്കിക്കോ. സ്ക്രീൻ മോഷനിൽ ജീവിക്കുന്ന, കണ്ണ് തുറക്കുന്നത് മുതൽ കണ്ണടയ്ക്കുന്നത് വരെ സ്ക്രീൻ മോഷനിൽ ജീവിക്കുന്ന കുട്ടികൾ മൊബൈൽ യുഗത്തിൽ ജനിച്ചു വീണവരാണവർ. കഴുത്തൊന്ന് ഉയർത്തി നോക്കുവാൻ അവർ തയ്യാറല്ല. കഴുത്തൊന്ന് ഉയർത്തി നോക്കി ചുറ്റുപാടുകളെ വീക്ഷിക്കുവാനും ചുറ്റുപാടുകളെ ഉൾക്കൊള്ളുവാനും ചുറ്റുപാടുള്ളവരടുത്ത് സ്നേഹിച്ച് സംസാരിക്കുവാനും കഴിയാത്തവർ, മനസ്സില്ലാത്തവർ, ആകെ കൂനിക്കൂടിയിരിക്കുന്ന പ്രകൃതത്തിൽ ജീവിക്കുന്ന കുട്ടികളാണ് ജെൻസി കുട്ടികൾ. ആ കുട്ടികളെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ പഠിപ്പിക്കുന്നില്ല, പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളുടെ അവസ്ഥ ഇതാണ്. മൊബൈലിന്റെ യുഗം, അതാണ് ജീവിതമെന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നേറുന്ന വ്യക്തിത്വങ്ങൾ. അപ്പോ സ്ക്രീൻ മോഷനിൽ ആയിരിക്കുന്ന കുട്ടികൾ ഒന്നാമത്തെ സവിശേഷത അതാണ്. രണ്ടാമത്തെ സവിശേഷത ക്ഷമയില്ലാത്ത ഇംപേഷ്യൻസ്. നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിൽ വരട്ടെ, ക്ലാസ്സിലെ കുട്ടികൾ മനസ്സിൽ വരട്ടെ. അവർക്ക് ക്ഷമയില്ല. 30 സെക്കൻഡ് റീല് അവരുടെ മുന്നിൽ വെച്ച് കൊടുക്കുകയാണ്. ഒന്ന് ചിന്തിച്ചോ നമ്മുടെ മക്കളെ. ഈ 30 സെക്കൻഡ് റീലുള്ള ഒരു ഷോർട്ട് വീഡിയോ അവരുടെ മുന്നിൽ വെച്ച് കൊടുത്താൽ അത് ക്ഷമയോടെ അത് കാണുവാനുള്ള മനസ്സ് പോലും നമ്മുടെ വിദ്യാർത്ഥികൾക്കില്ല. അവർ ആദ്യം എന്ത് ചെയ്യും? അതിന്റെ സമയദൈർഘ്യത്തെ കുറിച്ച് മനസ്സിലാക്കും. അതിന്റെ സമയദൈർഘ്യത്തെ കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അതിനെ സ്ക്രോൾ ചെയ്ത് വേഗം വിടും. കാരണം എന്താണ് ആദ്യം പറയുന്നത്, രണ്ടാമത് ഇങ്ങനെയാണ് പറയുന്നത്. ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ശനിയാഴ്ച ദിവസങ്ങളിൽ ടിവിയിൽ ചെന്ന് മലയാള സിനിമ കാണുവാൻ വേണ്ടി ക്ഷമയോടെ കാത്തിരുന്ന കാലഘട്ടമാണ് നമ്മൾ. ഇന്നത്തെ വിദ്യാർത്ഥികൾ, ജെൻസി വിദ്യാർത്ഥികൾക്ക് ദീർഘവിവരണം അവരെ ബോറടിപ്പിക്കുന്നു. ഉടനെ അവർ ഇതൊന്നും ശരിയല്ല. അവരുടെ രീതി എന്താണ്? ഷോർട്ടായിരിക്കും, ഷാർപ്പായിരിക്കും, വിഷ്വലായിരിക്കും. ഹൗ വൈ അതിന്റെ ആൻസർ അപ്പോൾ കിട്ടിയിരിക്കുന്നു. ക്ഷമയില്ല, കേൾക്കാൻ മനസ്സില്ല, പെട്ടെന്ന് എഴുതിയാണിക്കുള്ള തീരുമാനം. എന്റെ മോളോട് ഞാൻ പറയാറുണ്ട്, എന്തെങ്കിലും ഒരു സിനിമ ടിക്കറ്റ് ഇങ്ങനെ പെട്ടെന്ന് പോവുകയാണ്. തെറ്റാതിരിക്കാം, ക്ഷമയില്ല. ഹൗ വൈ അതിന്റെ ഉത്തരങ്ങൾ മാത്രം തേടിയുള്ള ഒരു യാത്ര. ദീർഘവിവരണം അവർ ബോധ്യപ്പെടുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല, അവർക്ക് താല്പര്യതയില്ല. എല്ലാ മേഖലയും, ഞാൻ ഒരു മേഖലയാണ് പറയുന്നത്, സമയക്കുറവുകൊണ്ട് ഒരു മേഖലയാണ് പറയുന്നത്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അവർക്ക് ക്ഷമയില്ലാത്ത ജീവിതം നയിക്കുന്ന കുട്ടികളാണ് ജെൻസി കുട്ടികൾ. മൂന്നാമതായി പരാജയം നേരിടാനുള്ള ധൈര്യക്കുറവ്. നമ്മുടെ മക്കളായിക്കൊള്ളട്ടെ,
ചേർത്ത് പിടിക്കാറുണ്ട്. പ്രശ്നം ഭയങ്കരമായിട്ട് ഒരു കള്ളം ചെയ്താൽ, ഒരു തെറ്റ് ചെയ്താൽ, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലുള്ളതാണ്. നമ്മുടെ വിദ്യാർത്ഥികൾക്കുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ ഈ തലമുറയുടെ 21-ാം നൂറ്റാണ്ടിലെ തലമുറ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. അപ്പോ ഒരു വിഷയം വന്നാൽ, ഒരു പരാജയം അവരുടെ ജീവിതത്തിൽ വന്നെന്ന് തോന്നിയാൽ എന്ത് ചെയ്യും? അവർ ഒളിച്ചോടും. ചില കുട്ടികൾ ജീവിതത്തിൽ നിന്ന് തന്നെ അവർ ഒളിച്ചോടും. ശ്രദ്ധിച്ചിട്ടില്ലേ? എക്സാം തോറ്റാൽ ആത്മഹത്യ, ഗെയിമിൽ തോറ്റാൽ ആത്മഹത്യ, ടീച്ചർ ഒന്ന് വഴക്ക് പറഞ്ഞാൽ ആത്മഹത്യ. ജീവിതത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടുന്ന ഒരു പ്രവണതയാണ് ജൻസി കുട്ടികളുടെ മൂന്നാമത്തെ പ്രത്യേകത. എന്നാൽ പരാജയം അവർ ചിന്തിക്കുന്നത്, ജൻസി കുട്ടികൾ ചിന്തിക്കുന്നത് പരാജയം അവരുടെ ജീവിതത്തിലെ ഒരു ഫുൾ സ്റ്റോപ്പാണ്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? പരാജയം ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, അതൊരു കോമ മാത്രമാണെന്നും പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നയിക്കുവാൻ കഠിനമായി പരിശ്രമിക്കേണ്ട ഉത്തരവാദിത്വമാണ് ഓരോ വിദ്യാർത്ഥികളിലും നിക്ഷിപ്തമാണ് എന്നുൾക്കൊള്ളുവാനുള്ള മനസ്സ് ഈ ജൻസി കുട്ടികൾക്കില്ല. അവർ പരാജയം വന്നാൽ ഭീതിയോടെ മരണത്തെ ആശ്രയിക്കും. അവർ പരാജയം വന്നാൽ എല്ലാം അവസാനിച്ചു എന്ന് പറയും. അവർ ക്വിറ്റാകും. നാലാമതായി ലഹരി ഉപയോഗം. ഞാനിത് നിങ്ങൾക്കെല്ലാം അറിയാം, ഞാനൊന്ന് ജസ്റ്റ് തൊട്ടുപോവുകയാണ്. ഉത്കണ്ഠ, നിരാശ, വിഷം, ഇതെല്ലാം നമ്മുടെ പിള്ളേർക്ക് വരാറുണ്ട്. എന്ത് ചെയ്യും? ശരിയായ തീരുമാനങ്ങൾ എടുക്കാതെ ഇതിൽ നിന്നെല്ലാം മാറുവാൻ സ്ട്രെസ് കില്ലിംഗ് ആയിട്ട് മൊബൈലിനെ ആശ്രയിക്കും, നമ്മൾ ഷോർട്ട് വീഡിയോസിനെ ആശ്രയിക്കും, നമ്മൾ പലവിധമായ ലഹരിയിൽ ആശ്രയിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ ശരിയല്ലേ? സ്ട്രെസ് കില്ലറാണെന്ന് ചിന്തിക്കും. പലവിധമായ അരുതാത്ത മാർഗങ്ങൾ സ്വീകരിക്കും. അയ്യോ, ഞാൻ പ്രതിസന്ധിയിലായി, ഞാൻ പ്രശ്നത്തിലായി, എന്നെ അവൻ ഇങ്ങനെ പറയുന്നു, എന്റെ സ്കൂളിൽ പ്രശ്നമാണ്, എല്ലാം ശരിയായി വരുന്നില്ല. ഇതിൽ നിന്നെല്ലാം വിടുതൽ കിട്ടുവാൻ വേണ്ടി സ്ട്രെസ് കില്ലറായിട്ട് മൊബൈൽ ഗെയിംസും ലഹരി ഉപയോഗം നടത്തുന്ന ഒരു തലമുറയാണ് ജൻസി തലമുറ. ആ ജൻസി തലമുറ ഇന്ന് അവർ ചിന്തിക്കുന്നത് സ്ട്രെസ് കില്ലറായിട്ട് ഉപയോഗിക്കുന്ന ഈ ലഹരിയും ഈ മൊബൈലും ഈ വീഡിയോ ഗെയിമും അവരെ ഈ സ്ട്രെസ്സിൽ നിന്ന് മാറ്റുമെന്നാണ്. എന്നാൽ സ്ട്രെസ് കൂട്ടാനുള്ള മരുന്നുകളാണ് ഈ ലഹരിയും ഈ മൊബൈൽ വീഡിയോ ക്യാമറയും എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അഞ്ചാമതായി ആത്മവിശ്വാസക്കുറവ്. നമ്മുടെ മക്കളെ ഒന്ന് എടുത്തു നോക്കൂ. അവർക്ക് ഹൈ ആറ്റിറ്റ്യൂഡ്, ഇൻസെക്യൂരിറ്റി. പുറത്ത് ഹൈ ആറ്റിറ്റ്യൂഡ്, അകത്ത് ഇൻസെക്യൂരിറ്റി, അരക്ഷിതബോധം. പുറത്ത് ഹൈ ആറ്റിറ്റ്യൂഡ്, അകത്ത് ലോ ബാറ്ററി. പുറത്ത് അവരെന്താണ്? പുറത്ത് ചിരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ എന്തും നേരിടാനുള്ള ഒരു തന്റെ ഇടത്തിൽ നിൽക്കുന്ന ഒരു കവർ പേജ് മാത്രം. അവരുടെ ഉള്ളിൽ വരുന്നത് ഞാൻ വിജയിക്കുമോ, എന്നെ കൊണ്ട് ഇതിന് കഴിയുമോ എന്ന ആകുല ചിന്ത ഉള്ള ഒരു ജനതയാണ് ജൻസി ജനത. ശരിയല്ലേ? നമ്മുടെ മക്കളെ തന്നെ ഒന്ന് കണ്ടു നോക്കൂ. അതിനെ കൊണ്ട് കഴിയും. വിഷയം വരുമ്പോൾ അവർ ഒളിച്ചോടുന്ന പ്രവണത, അവർക്കെല്ലാം കഴിയുമെന്നുള്ള ഒരു ആമുഖമായിട്ട് കവർ പേജ് പോലെ നിൽക്കുവാനുള്ള ഒരു പ്രവണത. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? എനിക്കതിന് കഴിയുമോ എന്ന ആകുല ചിന്ത അവരെ വേട്ടയാടുന്നു. ഇതാണ് സത്യം. ആറാമതായി ജൻസി ഭാഷ. അറിയാമോ ആർക്കെങ്കിലും? ടീച്ചർമാർക്ക് ഞാൻ ഈയിടക്കാലങ്ങളിലാണ് മനസ്സിലാക്കുന്നത്. മക്കളൊക്കെ പറഞ്ഞിട്ട് എന്താണ്, ഇപ്പോൾ ഞാനിങ്ങനെ പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. വലിയ ഗുണമൊന്നുമില്ലെന്ന് എനിക്കറിയാം. അത്രമാത്രം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ജൻസി പിള്ളേർ കേട്ട പ്രവീൺ വെറും ബോറിംഗ്. ജൻസിയുടെ ആദ്യത്തെ ഭാഷയാണ് പ്രവീൺ വെറും ബോറിംഗ്. അത് കഴിഞ്ഞിട്ട് മനസ്സിൽ ദേഷ്യമുണ്ടെങ്കിലും അടുത്ത വാക്ക് എന്താണ്? വൈബ്. ഭയങ്കരമായിട്ട് വൈബുള്ളവനാണ് പ്രവീൺ. അടുത്തവർ പറയുന്നത് എന്താണ്? നമ്മുടെ ജൻസി കുട്ടികൾ പറയുന്ന അടുത്ത ഭാഷ ഇത് റിലേറ്റബിളേ അല്ല, ഇതൊന്നും റിലേറ്റബിൾ അല്ല. നാലാമത്തെ ഭാഷ എന്തുവാണ്? എല്ലാം സെറ്റാണ്. ലോ കോളേജിൽ ഇടയ്ക്ക് ഒരു വിഷയം തീർക്കാൻ വന്നപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ നമ്മുടെ പാവപ്പെട്ട ഡയറക്ടറെ കൂട്ടിയിട്ടിരിക്കുന്നു.
കൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ചെന്ന പിള്ളേരെല്ലാം എന്തോടാ വിശേഷം, എന്തിനാണ് ഈ മുതിർന്ന വ്യക്തിയെ നിങ്ങളവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്? അപ്പൊ എന്റെ അടുത്ത് ഒരു കൊച്ചു മോള് വന്ന് പറയുകയാണ്, എല്ലാവരും സെക്കൻഡ് ഇയർ പഠിക്കുന്ന മോളെ അടുത്ത് വന്ന് പറയുന്ന ഒരു വിശേഷം പറയുകയാണ്, ഇതേ ഒരു വൈബും ഇല്ല സ്ഥലേ, ഈ കോളേജിൽ അത് ശരിയാകത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അദ്ദേഹം ഇത്രയധികം ഉന്നത പദവിയിലിരുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾ ഇപ്പോഴത്തെ ഭാഷകളൊന്നും ഉപയോഗിക്കുന്നത് അപ്പൊ ബോറിംഗ്, വൈബ്, റിലേറ്റബിൾ അല്ല, എല്ലാം സെറ്റാണ്. ഇതാണ് ജെൻസിയുടെ ഭാഷ. അത് കഴിഞ്ഞ് ജെൻ ആൽഫയ്ക്ക് പുതിയ ഭാഷ ഇറങ്ങിയിട്ടുണ്ട്. 2010 മുതൽ 2024 വരെ ജനിച്ച നമ്മുടെ കുഞ്ഞുമക്കൾ പുതിയ ഭാഷയാണ്. പൂക്കി, സ്കിബിഡി, സിഗ്മ, ക്രിഞ്ച്, ഇന്നലെ ഇങ്ങനെ പല ഭാഷകളും ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളെയാണ് അധ്യാപകരായ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഏഴാമത്തെ സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് മനോഭാവം, ആറ്റിറ്റ്യൂഡ്. നമ്മുടെ കോളേജിലാകട്ടെ, സ്കൂളിലാകട്ടെ, നമ്മുടെ വീട്ടിലാകട്ടെ, ഇന്നത്തെ തലമുറയുടെ നിൽപ്പ് പുച്ഛം വാരി വിതറിയുള്ള നിൽപ്പ്, ശരിയല്ലേ? പുച്ഛം വാരി വിതറിയുള്ള നിൽപ്പാണ് നമ്മുടെ നിൽപ്പ്. എല്ലാം എനിക്കറിയാമെന്നുള്ള മനോഭാവം, മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്ന ഹൈ വോൾട്ടേജ് ആറ്റിറ്റ്യൂഡ്, ഇതാണ് ഇന്നത്തെ തലമുറ, ജെൻസി തലമുറ. ഇങ്ങനെയുള്ള സപ്ത സവിശേഷതകളുള്ള, സപ്ത സ്വഭാവ സവിശേഷതകളുള്ള ജെൻസി കുട്ടികളെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങൾ പഠിപ്പിക്കുന്നത്. നമ്മൾ വിഷ്ണു വർമ്മ അധ്യാപകനെ കുറിച്ച് പഠിച്ചു. അവിടെ നിന്ന് നമ്മൾ ഫേസ് ചെയ്യേണ്ട അധ്യാപകരുടെ, വിദ്യാർത്ഥികളുടെ സപ്ത സ്വഭാവ സവിശേഷതകളെ കുറിച്ച് പഠിച്ചു. ഇനി അങ്ങനെ സപ്ത സ്വഭാവ സവിശേഷതകളുള്ള, അത് സപ്ത മാത്രമല്ല, അതിൽ കൂടുതൽ സവിശേഷതകളുള്ള കുഞ്ഞുങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ഈ സവിശേഷതകളുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെ ആയിരിക്കണം, അധ്യാപക വൃത്തിയിലായിരിക്കുന്ന സമൂഹത്തിൽ പ്രതിബദ്ധതയുള്ള സ്റ്റുഡൻസ് ആക്കി മാറ്റിയെടുക്കുവാൻ പറ്റുന്ന രീതിയിൽ അധ്യാപകർ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ അധ്യാപകരെല്ലാം നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം വ്യത്യസ്തരാണ്. വ്യത്യസ്തരായിരിക്കുന്ന വിദ്യാർത്ഥികളുടെ പഠന ശൈലികൾ വ്യത്യസ്തമാണ്, അവരുടെ സ്വഭാവ സവിശേഷതകൾ വ്യത്യസ്തമാണ്, അവരുടെ രീതികൾ വ്യത്യസ്തമാണ്. അങ്ങനെ വ്യത്യസ്ത സാഹചര്യത്തിലും പശ്ചാത്തലത്തിലും പഠന രീതിയിലുമായിരിക്കുന്ന വിദ്യാർത്ഥികളെ നമ്മുടെ ഒരേ രീതി, അധ്യാപകരുടെ ഒരേ രീതിയിലുള്ള സിലബസ് പ്രകാരമുള്ള പഠന രീതി ഫലപ്രദമാകുകയില്ല എന്ന യാഥാർത്ഥ്യം ഞങ്ങൾ ആദ്യം ഉൾക്കൊള്ളണം. കാരണം പിള്ളേർക്ക് നമ്മളെന്താണ് ചെയ്യുന്ന സിലബസ്, ആദ്യത്തെ മോഡ്യൂൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ആദ്യത്തെ പാഠം ഇങ്ങനെയാണ്, നമ്മൾ ആദ്യം മുതലങ്ങ് പറഞ്ഞു പോകും. അപ്പോൾ വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുണ്ട്, വ്യത്യസ്ത രീതികൾ അവലംബിക്കുന്നവരുണ്ട്, വ്യത്യസ്ത പഠന രീതി ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ കുട്ടികളുടെ രീതികൾക്കനുസരിച്ച് അധ്യാപകർ മാറിയാൽ മാത്രമേ സമൂഹത്തിൽ പ്രതിബദ്ധതയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ നമുക്ക് കഴിയൂ എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ ചട്ടങ്ങൾക്കനുസരിച്ചല്ല നമ്മൾ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചെടുക്കുവാൻ നിർബന്ധിതരാക്കേണ്ടത്. അവരുടെ സാഹചര്യവും പശ്ചാത്തലവും അനുസരിച്ച് അധ്യാപകരായ നമ്മൾ മാറ്റപ്പെടണം എന്ന് ആമുഖമായി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. അതിനുവേണ്ടി അധ്യാപകർ ശ്രദ്ധിക്കേണ്ട, അധ്യാപകർക്കുണ്ടാകേണ്ട ഗുണങ്ങളെ ആണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഇപ്പോൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി അധ്യാപകർ ഉണ്ടാകേണ്ട ഗുണം ക്ഷമയും കരുണയും. 1 കൊരിന്ത്യർ 13:4 പറയുന്നത്, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിന് ഒരു ഉദാഹരണമാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഹെലൻ കെല്ലറെ അറിയാവുന്ന ആരൊക്കെ ഉണ്ട്? ഹെലൻ കെല്ലർ എന്ന് പറഞ്ഞാൽ മൂകയായിരുന്നു, അന്ധയായിരുന്നു, ബധിരയായിരുന്നു, സംസാരിക്കുവാൻ കഴിവില്ലായിരുന്നു, കണ്ണ് കാണില്ലായിരുന്നു, ചെവി കേൾക്കില്ലായിരുന്നു. അങ്ങനെ രക്ഷകർത്താക്കൾക്ക് ജനിച്ച ഹെലൻ കെല്ലറെ
പഠിപ്പിക്കുവാൻ ഈ രക്ഷകർത്താക്കൾ ശ്രമിച്ചു. നിങ്ങളൊന്ന് ആ സാഹചര്യം ഒന്ന് ആലോചിച്ചു. നമുക്ക് കണ്ണ് കാണാം, കാത് കാണാം, കാത് കേൾക്കാം. ഇത് രണ്ടും ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് സംസാരിക്കാനും പറ്റും. കണ്ണ് കാണാനും കാത് കേൾക്കാനും പറ്റാത്തതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. ചുരുക്കം പറഞ്ഞാൽ ഒരു മാംസപിണ്ഡമായിട്ടുള്ള ഒരു ജീവിതം ഹെലൻ കെല്ലറുടെ വിദ്യാഭ്യാസ കാലത്ത് അനുഭവിക്കേണ്ടി വന്ന ഒരു സാഹചര്യം. സ്വഭാവത്തിൽ നന്നേ പ്രശ്നങ്ങൾ ഹെലൻ കെല്ലർക്കുണ്ടായിരുന്നു. ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നു. ആഹാരം അമ്മ എടുത്തോണ്ട് വയ്ക്കുമ്പോൾ തന്നെ തട്ടിയെറിയും. കാരണം അവഗണന, അത്രമാത്രം അവഗണനയും അപകർഷതാബോധവും ഈ ഹെലൻ കെല്ലറെ വേട്ടയാടിയിരുന്നു. അങ്ങനെ ആരോരും തിരിഞ്ഞു നോക്കാതില്ലാതെ ഇനി അപകർഷതയിൽ, ഇനി ജീവിതം മരണം മാത്രം ബാക്കി എന്നുള്ള ചിന്തയിൽ രക്ഷകർത്താക്കൾ പോലും കരുതിയ ഹെലൻ കെല്ലറെ തേടി ആൻ സള്ളിവൻ എന്ന ഒരു അധ്യാപകൻ എത്തിച്ചേർന്നു. ആൻ സള്ളിവൻ മാതാപിതാക്കളോട് പറഞ്ഞു, ഞാനൊന്ന് പരിശ്രമിക്കട്ടെ. പരിശ്രമം ആരംഭിച്ചു. ഫലമോ? എത്രയോ പ്രാവശ്യം ദേഷ്യം വന്നു. ക്ഷമ പരീക്ഷിക്കപ്പെട്ടു. ഒന്നും മുൻഗതിയിലേക്ക് പോകുവാൻ സാധിക്കാത്ത അവസ്ഥ സംജാതമായി. ആൻ സള്ളിവൻ പതുക്കെ ഹെലൻ കെല്ലറെ പുറമേയുള്ള ലോകത്തിലേക്ക് കൊണ്ടുപോയി. ആദ്യമായി ആൻ സള്ളിവൻ ചെയ്തത് പൈപ്പ് തുറന്നു വെച്ചിട്ട് ഇടത് കൈ, ഹെലൻ കെല്ലറുടെ ഇടത് കൈ ടാപ്പിന് താഴെ വെച്ചു. എന്നിട്ട് ടാപ്പ് തുറന്നു വിട്ടു. അപ്പോൾ എന്തോ ഒരു ദ്രാവകം, തണുത്ത ദ്രാവകം ഇടത് കൈയിൽ പതിക്കുന്നത് ഹെലൻ കെല്ലർ തിരിച്ചറിഞ്ഞു. ആ അവസ്ഥ ആലോചിക്കണം. കണ്ണ് കണ്ടൂടാ, ചെവി കേട്ടൂടാ. ഇത് കയ്യിൽ പതിക്കുമ്പോൾ പറഞ്ഞു കൊടുത്ത് ഇത് വാട്ടറാണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണം. അതിന് സാധിക്കുന്നില്ല. വലത് കയ്യിൽ ആൻ സള്ളിവൻ എഴുതി കൊടുക്കുന്നു വാട്ടർ. അപ്പോൾ ഇത് വാട്ടർ ആണെന്നും ഇത് ഈ ഒരു ദ്രാവകം, തണുത്ത ദ്രാവകം കയ്യിൽ വീഴുന്നതെന്നും ആദ്യമായി ഹെലൻ കെല്ലർ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഓരോരോ പഠന രീതികൾ ആൻ സള്ളിവൻ ഹെലൻ കെല്ലറിലേക്ക് പരീക്ഷിച്ചു. പിന്നത്തേതിൽ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന ബുക്ക് രചിച്ച് ലോകമെമ്പാടും സഞ്ചരിച്ച് പ്രമുഖ നേതാക്കളുമായി തന്റെ അനുഭവ കഥകൾ പങ്കുവയ്ക്കുന്ന ഒരു മഹാവ്യക്തിത്വമായി ഹെലൻ കെല്ലർ മാറപ്പെട്ടു. ഇത് കഥയല്ല, ചരിത്രമാണ്. ഈ ചരിത്രത്തിൽ നമ്മൾ ആദ്യം സമ്മാനം കൊടുക്കേണ്ടത് പ്രതിസന്ധിയിലായിരുന്ന, പ്രതികൂലങ്ങളിലായിരുന്ന, അപകർഷതയിലായിരുന്ന, അവഗണനയിലായിരുന്ന ഹെലൻ കെല്ലറെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ആൻ സള്ളിവൻ എന്ന അധ്യാപകയ്ക്കാണ് നമ്മൾ അവിടെ പ്രൈസ് കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്കിന്ന് നിങ്ങളെ ബോധിപ്പിക്കുവാനുള്ളത്, അത്രമാത്രം ഒരു സാഹചര്യത്തിലുള്ള വിദ്യാർത്ഥികളെ നിങ്ങൾ ആരും ഫേസ് ചെയ്യുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് കുറ്റങ്ങളും കുറവുകളും പരാധീനകളും പോരായ്മകളുമുള്ള കുട്ടികളെ അവഗണിച്ച് നിഷേധിച്ച് കളയാതെ അവരെ ചേർത്ത് പിടിച്ച് ഒരു ആൻ സള്ളിവനാകുവാനുള്ള പ്രതിജ്ഞയുമായിട്ടായിരിക്കണം ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്ന് ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾ ചിലപ്പോൾ പറയും, വൈബില്ലാതെ ബോറിംഗ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറയും, ചുമ്മാ കഥകൾ അടിച്ചുകൊണ്ടുവന്ന്. നമ്മളിങ്ങനെ ഒരു ആൻ സള്ളിവനാകുവാൻ പ്രയത്നിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ കിട്ടുന്ന ഒരു സുഖമുണ്ട്, ഒരു സന്തോഷമുണ്ട്. ഞാൻ ഈ സപ്തപദ്ധതികൾ നടപ്പിലാക്കിയപ്പോൾ എല്ലാവരും വിമർശിച്ചു, പണം മോട്ടിക്കാനുള്ള സാഹചര്യം. അപ്പോൾ ഞാൻ എൻ്റെ കമ്പനിയിൽ നിന്ന് തന്നെ ഏകദേശം ചെയ്യുന്നത് എനിക്ക് മോട്ടിക്കേണ്ട കാര്യമില്ല. അത് ചില അമ്മമാർ, ഭക്ഷണത്തിന് നിർവാഹമില്ലാതിരിക്കുന്ന അമ്മമാർ 2 കൈ നീട്ടി വാങ്ങുമ്പോൾ മനസ്സിൽ കിട്ടുന്ന ഒരു തൃപ്തിയുണ്ട്. പഠനത്തിന് നിർവാഹമില്ലാതിരിക്കുന്ന കുട്ടികളെ സഹായിക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ആ സന്തോഷത്തിൽ കിട്ടുന്ന ഒരു തൃപ്തിയുണ്ട്. അതുപോലെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ആൻ സള്ളിവൻ എല്ലാവരാലും തള്ളപ്പെട്ട ഹെലൻ കെല്ലറെ തിരിച്ച് ജീവിതത്തിലേക്ക് സമൂഹമധ്യേ സാക്ഷിയാക്കി കൊണ്ടുവന്നപ്പോൾ ഉള്ള ഒരു തൃപ്തി അനുഭവിക്കുവാൻ നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. രണ്ടാമതായി, കുട്ടിയെ മനസ്സിലാക്കുന്ന അധ്യാപകർ ആകുക. അപ്പോ കുട്ടിയെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ 1 കൊരിന്ത്യർ 9:22 അവിടെ ഒരു വചനമുണ്ട്. ബലഹീനരെ നേടുവാൻ ഞാൻ ബലഹീനർക്ക് ബലഹീനനായി. ആരാണ് പറയുന്നത്? അപ്പോസ്തലനായ പൗലോസ്. വ്യക്തികൾക്കനുസരിച്ചും സാഹചര്യങ്ങൾക്കനുസരിച്ചും
തന്റെ രീതി മാറ്റുന്ന ഒരു സ്വഭാവക്കാരൻ. കാരണം അപൂർവ ജ്ഞാനിയായിരുന്നു ആര്? പൗലോസ്. ജ്ഞാനികളോട് സംസാരിക്കുമ്പോൾ ജ്ഞാനിയായിട്ടും ജ്ഞാനം കുറഞ്ഞവരടുത്ത് സംസാരിക്കുമ്പോൾ അതിനനുസരിച്ച് തരം താഴ്ന്ന് സംസാരിക്കുന്ന ഒരു സ്വഭാവം പൗലോസിനുണ്ടായിരുന്നു. അധ്യാപകർ സ്നേഹത്തോടെയും സഹനത്തോടെയും ഇടപെടുമ്പോഴാണ് കുട്ടികളുടെ മനസ്സ് തുറക്കുന്നത്, അവരെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ സ്പേസ് രാജാവായ മിസൈൽ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരു സാധാരണ സ്റ്റുഡന്റ് ആയിരുന്നു. അവരുടെ ഇന്ന് APJ അബ്ദുൽ കലാമിന്റെ ഒരു ബുക്കാണ് എനിക്ക് സമ്മാനം തന്നത്. സമയം കിട്ടുമ്പോൾ ഞാൻ പഠിക്കും. അപ്പോ ഈ APJ അബ്ദുൽ കലാം ഒരു സാധാരണ സ്റ്റുഡന്റ് ആയിരുന്നു. നടുവെഞ്ചിലിരിക്കുന്ന, വലിയ അറിവുകളൊന്നുമില്ലാത്ത, വലിയ പരിജ്ഞാനമില്ലാത്ത, വലിയ കുടുംബ പാരമ്പര്യമില്ലാത്ത, അധ്യാപകർക്ക് സ്വാധീനം ചെലുത്തുന്ന തരത്തിലുള്ള സ്രോതസ്സുള്ള ഒരു വിദ്യാർത്ഥിയല്ലായിരുന്നു. അദ്ദേഹം ക്ലാസ്സിലിരുന്നപ്പോൾ ആ ക്ലാസ് മുറിയിൽ ശിവസുബ്രഹ്മണ്യ അയ്യർ എന്ന അധ്യാപകൻ ഒരു ദിവസം പ്രാവിനെ കുറിച്ചുള്ള ഈ പറക്കലിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയായിരുന്നു. ഏകദേശം 20-25 മിനിറ്റ് ക്ലാസ് എടുത്തു. ആ ക്ലാസ്സിൽ പ്രാവുകൾ പറക്കുമ്പോൾ, അവർ ദിശ മാറുമ്പോൾ അവരുടെ ആ പ്രാവിന്റെ അല്ലെങ്കിൽ ആ പക്ഷിയുടെ ചിറകിന്റെ ഘടനയും ശരീരഘടനയും വാലിന്റെ ഘടനയും മാറുന്നതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. എന്നിട്ട് ദിശ മാറുമ്പോൾ കുറച്ച് താഴ്ന്ന് അതിനുശേഷമാണ് ദിശ മാറുന്നതെന്നും സ്ലോപ്പിലേക്ക് തിരിഞ്ഞാണ് ദിശ മാറേണ്ടതെന്നും പഠിപ്പിച്ചു. 25 മിനിറ്റ് ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോൾ ശിവസുബ്രഹ്മണ്യ അയ്യർ ചോദിച്ചു, ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? കലാം ഉൾപ്പെടെ കുറച്ച് കുട്ടികൾ പറഞ്ഞു, നമുക്ക് മനസ്സിലായില്ല. നമ്മുടെ ഇന്നത്തെ പോലെ ചില അധ്യാപകർ കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ പിള്ളേർക്ക് മനസ്സിലായില്ലെന്ന് പറയുമ്പോൾ ദേഷ്യപ്പെടുന്ന പ്രകൃതമല്ലായിരുന്നു ശിവസുബ്രഹ്മണ്യ അയ്യർക്ക്. ശിവസുബ്രഹ്മണ്യർ പറഞ്ഞു, മനസ്സിലാക്കി തരാം. അന്ന് വൈകുന്നേരം ഈ കുഞ്ഞുങ്ങളെയും വിളിച്ചുകൊണ്ട് കടൽക്കരയിലേക്ക് പോയി. കടൽക്കരയിൽ അവിടെ സഞ്ചരിക്കുന്ന വ്യത്യസ്ത പക്ഷികളെ മനസ്സിലാക്കുവാൻ അവരോട് നിർദ്ദേശിച്ചു. ദിശ മാറി സഞ്ചരിക്കുമ്പോൾ സ്ലോപ്പിലേക്ക് ഇറങ്ങി അവരുടെ വാലിന്റെ ഘടനയും ചിറകിന്റെ ഘടനയും മാറുന്നതും എല്ലാം പഠിപ്പിച്ചു. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് കാര്യം മനസ്സിലായി. അന്നാണ് APJ അബ്ദുൽ കലാം പക്ഷികളുടെ ചിറകിൽ നിന്ന് വിമാനത്തിന്റെ ചിറകിലേക്ക് കരേറി വന്നത്. ആ കുട്ടിയെ അന്ന് ശിവസുബ്രഹ്മണ്യ അയ്യർ മനസ്സിലാക്കിയില്ലായിരുന്നുവെങ്കിൽ, പ്രചോദനം കൊടുക്കാതിരുന്നുവെങ്കിൽ, നിനക്കിതിന് കഴിയുമെന്ന് അവൻ ആത്മവിശ്വാസം കൊടുക്കാതിരുന്നുവെങ്കിൽ, ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന ഒരു ശാസ്ത്രജ്ഞൻ നമുക്കുണ്ടാകില്ലായിരുന്നു. ഇന്ത്യയിലെ പ്രഥമ പൗരൻ ഉണ്ടാകപ്പെടില്ലായിരുന്നു. പ്രിയപ്പെട്ട അധ്യാപകരെ, നിങ്ങളുടെ ക്ലാസ് മുറികളിലും കലാമുകൾ ഒളിഞ്ഞിരിപ്പുണ്ടാകാം. തീർച്ചയായിട്ടും വ്യത്യസ്ത രീതിയിൽ കഴിവുകളുള്ള, സ്രോതസ്സുള്ള, അറിവുള്ള, പരിജ്ഞാനമുള്ള, അറിവ് നേടുവാൻ ആഗ്രഹിക്കുന്ന പൈതങ്ങൾ, കലാമുകൾ നമ്മുടെ ക്ലാസ് മുറികളിലും ഒളിഞ്ഞിരിപ്പുണ്ടാകാമെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കണം. APJ അബ്ദുൽ കലാം ഒരു കോട്ട് പറഞ്ഞിട്ടുണ്ട്, ക്ലാസിന്റെ പിൻസീറ്റുകളിൽ ഈ ലോകത്തെ നിയന്ത്രിക്കുവാൻ പോകുന്ന തലച്ചോറുകൾ ഇരിപ്പുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. അപ്പോൾ നമ്മൾ ക്ഷമയും കരുണയോടും കൂടി നമ്മുടെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളെ മനസ്സിലാക്കുവാനുള്ള ഒരു ദൃഢത, ഒരു മനസ്സാന്നിധ്യം കാണിക്കണമെന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. കഴിവ് തിരിച്ചറിയുക. അപ്പോ നമ്മുടെ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 15 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, ഒരു യജമാനൻ ദാസന്മാർക്ക് വിവിധ താലന്തുകൾ കൊടുത്തെന്നും ആ ദാസന്മാർ താലന്തുകളെ ചിലർ ഇരട്ടിപ്പിച്ചെന്നും ചിലർ ഒഴിച്ചിട്ടുവെന്നും അവിടെ പ്രസ്താവിക്കുന്നത് നമുക്കറിയാം. അപ്പോ വിവിധ താലന്തുകളുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളുടെ ക്ലാസ് മുറിയിൽ ഇരിക്കുന്നത്.
മേരി ആൻ ഇവാൻസ് എന്ന ഒരു എഴുത്തുകാരിയെ കുറിച്ച് എനിക്ക് നിങ്ങൾക്കൊക്കെ നല്ല ബോധ്യമുള്ളതാണ്. ഭയങ്കര ലജ്ജാശീലയായിരുന്നു. ഞാൻ ഈ പറയുന്നത് ബോറടിക്കുന്നുവെങ്കിലും ഭയമില്ല എങ്കിലും നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ മനസ്സിൽ ഓർമ്മിക്കണം. ഈ മേരി ആൻ ഇവാൻസ് ലജ്ജാവതിയായിരുന്നു. അവർക്ക് പുറമെ നിന്ന് ഉറക്കെ സംസാരിക്കുവാനുള്ള ഒരു കഴിവില്ലായിരുന്നു. പഠനത്തിലും വലിയ മിടുക്കിയല്ലായിരുന്നു. എന്നാൽ എഴുതുവാനുള്ള ഒരു കഴിവ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. ലൂയിസ് എല്ലാ ടീച്ചർമാരും അവഗണിക്കപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നു. അവരുടെ മിഡിൽ മാർച്ച് എന്ന് പറയുന്ന ഒരു ജീവചരിത്രത്തിൽ അതിൽ എഴുതിയിട്ടുണ്ട്. അവരെ അവഗണിക്കുന്ന ഒരു അവസ്ഥ എല്ലാ ടീച്ചറിൽ നിന്നും അവർക്ക് നേരിടേണ്ടി വന്നു. ലൂയിസ് എന്ന് പറയുന്ന സ്കൂൾ ഗവേണൻസ് ആയിരുന്ന ഒരു ടീച്ചർ ലൂയിസ്, ആ ലൂയിസ് ടീച്ചർ എന്ത് ചെയ്തു? വിളിച്ചു, മോളെ നിന്റെ പ്രശ്നം എന്താ? അവൾ തുറന്നു പറഞ്ഞു, എനിക്ക് എഴുതാൻ കഴിയും, എനിക്ക് ഐഡിയാസ് കിട്ടുന്നുണ്ട്, അത് ഞാൻ എഴുതുവാൻ കഴിയും, പക്ഷെ പ്രസന്റ് ചെയ്യുവാനുള്ള കഴിവ് എനിക്കില്ല. ആ ലൂയിസ് ടീച്ചർ അവളെ പ്രോത്സാഹിപ്പിച്ചു. അവളോട് പറഞ്ഞു, നിനക്ക് എല്ലാത്തിനുമുള്ള കഴിവുള്ളത് കൊണ്ടാണ് ഇത്രയധികം ആശയങ്ങൾ നിന്റെ ഹൃദയത്തിൽ രൂപപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് തന്നെ നീ ആശയങ്ങളെ നീ പേന മുഖാന്തരം എഴുതി പിടിപ്പിക്കുക. നാളെ ലോകമറിയുന്ന ഒരു കുട്ടിയായി നീ മാറപ്പെടും. അങ്ങനെയാണ് ജോർജ് ഏലിയറ്റ് എന്ന എഴുത്തുകാരി ഈ ലോകത്തിൽ ഉളവായത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. ഇന്ന് അധ്യാപനത്തിലായിരിക്കുന്ന, ക്ലാസ് മുറികളിലായിരിക്കുന്ന ഞാനും നിങ്ങളും ഫേസ് ചെയ്യേണ്ടത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഉള്ള കുട്ടികളെയാണ്. അവർക്ക് എഴുത്തിന് ചിലർക്ക് കഴിവ് കാണാം, പഠനത്തിൽ അവർക്ക് വേഗത കാണാം, അവർ ആഴത്തിൽ ചിന്തിക്കുന്നവരായിരിക്കാം, അവർ നന്നേ സംസാരിക്കുന്നവരായിരിക്കാം, അവർ നന്നേ കളിക്കുന്നവരായിരിക്കാം. അവരുടെ കഴിവുകളെ തിരഞ്ഞെടുത്ത് പ്രോത്സാഹനം കൊടുത്ത് അവരെ വളർത്തിയെടുത്ത് സമൂഹത്തിന് പ്രതിബദ്ധതയുള്ള മക്കളായി വളർത്തുവാനുള്ള ഉത്തരവാദിത്വം ടീച്ചേഴ്സിൽ, അധ്യാപകയിൽ നിക്ഷിപ്തമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ നമ്മൾ 3 കാര്യം, ആൻ സള്ളിവനെ പോലെ ഒരു അധ്യാപികയാകുവാൻ നമ്മൾ ശ്രമിക്കണം. ശിവസുബ്രഹ്മണ്യ അയ്യരെ പോലെ കുട്ടികളെ മനസ്സിലാക്കുന്ന ഒരു അധ്യാപകനാകുവാൻ നമ്മൾ ശ്രമിക്കണം. ലൂയിസ് ടീച്ചറെ പോലെ കഴിവുകളെ തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് പ്രചോദിപ്പിക്കുന്ന ഒരു അധ്യാപകരാകുവാൻ നമ്മൾ ശ്രമിക്കണം. 4ാമതായി, ശിക്ഷയല്ല വഴികാട്ടലാണ് വേണ്ടത്. കഠിനമായി നമ്മൾ കുട്ടികളെ ശിക്ഷിച്ചാൽ ആ കുട്ടികൾ നമുക്ക് ഏറ്റവും വലിയ ശത്രുവായി മാറ്റപ്പെടുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കഠിനമായ ശിക്ഷയല്ല വേണ്ടത്. അവരുടെ സാഹചര്യവും കഴിവും മനസ്സിലാക്കി അവരെ നയിക്കുവാനുള്ള മനസ്സാണ് അധ്യാപകർക്ക് ആദ്യമായി വേണ്ടത്. അമേരിക്കൻ സ്റ്റേറ്റ്സ്മാനും ശാസ്ത്രജ്ഞനും എഴുത്തുകാരനുമായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന വ്യക്തിയെ ചരിത്രത്തിൽ നാം പരിശോധിച്ചാൽ മനസ്സിലാകാം. അദ്ദേഹം അമേരിക്കൻ ഫൗണ്ടിംഗ് ഫാദേഴ്സിൽ ഒരാളാണ്. നമുക്കറിയാം, നമുക്ക് കറക്റ്റ് അറിയാം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന വ്യക്തിത്തെ കുറിച്ച്. അദ്ദേഹത്തിന്റെ ചരിത്രം നോക്കുമ്പോൾ പഠിച്ചിരുന്ന കാലത്ത് ആക്രമണകാരിയായിരുന്നു, പ്രശ്നക്കാരനായിരുന്നു, എല്ലാ ദിവസവും പ്രശ്നമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ അധ്യാപകർ അവനെ പഠനത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ ശ്രമിച്ചു. അവനെ കഠിനമായി ശിക്ഷിച്ചിട്ടും മാറ്റി നിർത്തുവാൻ ശ്രമിച്ചിട്ടും അവനിൽ ഒരു മാറ്റവും കണ്ടില്ല. അതുകൊണ്ട് തന്നെ അവന്റെ പഠനം പകുതി വഴി നിൽക്കുമെന്നുള്ള സാഹചര്യം വന്നപ്പോൾ ആ പള്ളിക്കൂടത്തിലെ മേലധ്യാപകനായ ആൽബർട്ട് അധ്യാപകന്റെ കയ്യിൽ ഈ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എത്തിച്ചേരുന്നു. അത് ആ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന് എന്താണ് സംഭവിച്ചതെന്ന് ആൽബർട്ട് പരിശോധിച്ചപ്പോൾ ഈ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ സ്വതന്ത്ര ചിന്ത അദ്ദേഹത്തിന് മനസ്സിലായി. സ്വതന്ത്ര ചിന്തയെക്കുറിച്ചുള്ള ആവിഷ്കരണങ്ങൾ ആൽബർട്ട് കേട്ടിരുന്നു. എന്നിട്ട് ഈ ആൽബർട്ട് ചെയ്തത് ഈ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന വിദ്യാർത്ഥിയെ വിളിച്ച് മാർഗനിർദ്ദേശങ്ങൾ നൽകി പഠിപ്പിച്ചു. നിന്റെ ഈ സ്വതന്ത്ര ചിന്ത, എഴുത്തിനുള്ള വൈദഗ്ധ്യം, നീ ഇത് എടുക്കേണ്ടുന്ന രീതിയാണ് ആക്രമണ സ്വഭാവവും
അധ്യാപകരെ പുച്ഛിക്കുന്ന രീതിയും അവലംബിക്കരുതെന്ന് സ്നേഹമയത്തോടെ പഠിപ്പിച്ചു. ആ വഴികാട്ടൽ ആൽബർട്ട് അധ്യാപകൻ നൽകിയ വഴികാട്ടലാണ് പിൻകാലത്ത് ഈ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനെ അമേരിക്കൻ സ്റ്റേറ്റ്സ്മാനും ഒരു ബഹുമുഖ ശാസ്ത്രജ്ഞനുമായി, ഒരു എഴുത്തുകാരനുമായി, അമേരിക്കൻ സ്ഥാപകരിൽ ഒരാളായി മാറ്റപ്പെടുത്തി ചരിത്രം. അതുകൊണ്ട് ക്രിസ്തുവിൽ പ്രിയപ്പെട്ട അധ്യാപകന്മാരെ നമ്മൾ ആക്രമണത്തിലൂടെയും അല്ലെങ്കിൽ കഠിന ശിക്ഷ കൊടുത്തുകൊണ്ട് നമ്മൾ പിള്ളേരെ പിടിച്ചു നിർത്തുവാനുള്ള ഉത്തരവാദിത്വം ഇനി നടക്കത്തില്ല. കാരണം ജൻസിക്കുട്ടികൾ മാറിക്കഴിഞ്ഞു. ആ ജൻസിക്കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ വഴികാട്ടൽ, മാർഗനിർദ്ദേശം, അത് ആൽബർട്ട് നൽകിയ മാർഗനിർദ്ദേശം നമ്മൾ കുട്ടികൾക്ക് കൊടുത്ത് അവരെ സ്വതന്ത്ര ചിന്തകൾ മനസ്സിലാക്കി, കഴിവുകൾ മനസ്സിലാക്കി ഉചിതമായി മുന്നോട്ട് പോകണമെന്ന് ആഹ്വാനം ചെയ്തുകൊള്ളട്ടെ. അഞ്ചാമത് അധ്യാപകർ നിഷ്പക്ഷരാകുക. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. മറ്റൊന്നും ചെയ്തില്ലെങ്കിൽ ഇനി പറയുന്നവരുടെ വേണ്ടി ചെയ്തോളാം. അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ആ അധ്യാപകന്റെ ഏറ്റവും വലിയ ദൗത്യമാണ് തന്റെ ക്ലാസ് മുറികളിൽ ആ അധ്യാപകൻ നിഷ്പക്ഷരാകുക എന്നത്. തുല്യനീതിയോടുകൂടി, സമത്വത്തോടുകൂടി എല്ലാ വിദ്യാർത്ഥികളെയും ചേർത്ത് നിർത്തുമ്പോൾ മാത്രമേ നിഷ്പക്ഷനാകുന്ന ഒരു അധ്യാപകനായി നമുക്ക് മാറുവാൻ പറ്റൂ. നമ്മൾ നമ്മുടെ കുടുംബത്തോട്, ഈ സമൂഹത്തോട്, നമ്മുടെ തന്നെ സ്വന്തം കുഞ്ഞുങ്ങളോട് പ്രതിബദ്ധതയുള്ളവരായി മാറുവാൻ പറ്റൂ എന്ന യാഥാർത്ഥ്യം ഈ സമയം നമ്മൾ ഉൾക്കൊള്ളണം. ഞാനൊരു സംഭവകഥ പറയാം. അരുൺ എന്നൊരു കുട്ടി, അവൻ ക്ലാസ് മുറിയിൽ ഏറ്റവും പിൻസീറ്റിലാണ് ഇരിക്കുന്നത്. കാണാൻ വലിയ സുമുഖനൊന്നുമില്ല, പക്ഷെ അവൻ പഠിക്കുവാൻ മോശമായിരുന്നില്ല. അപ്പോ നമ്മുടെ ക്ലാസ് മുറികളിൽ അധ്യാപകനും ഒക്കെ ചിലരൊക്കെ സുമുഖനായിരിക്കണം, അവൻ പഠിക്കാൻ പറ്റുന്നവനായിരിക്കണം, അല്ലെങ്കിൽ അവൻ നല്ല കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവരായിരിക്കണം. അവരോടൊക്കെ ഒരു പ്രത്യേക തൽപരത കാണിക്കുന്ന ഒരു രീതി നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വയ്ക്കുവാൻ പറ്റത്തില്ല. അപ്പോൾ അരുൺ വലിയ സുമുഖനല്ലായിരുന്നു. അരുൺ എന്നാൽ പഠിക്കുവാൻ മോശവുമല്ലായിരുന്നു. അപ്പൊ ക്ലാസ്സിൽ ടീച്ചർ വരുമ്പോൾ ടീച്ചർ എന്ത് ചെയ്യും? സ്ഥിരമായിട്ട് ചോദ്യമിടും, ഉത്തരം എഴുതിയവർ കൈപൊക്കുവാൻ പറയും. ഉത്തരം എഴുതിയവർ കൈപൊക്കും. ടീച്ചർ തനിക്ക് പിടിച്ചവരൊക്കെ ചെന്ന് സന്തോഷം പറയും. എല്ലാവരെയും ചിലർ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരുണ്ട്. ഇത് എല്ലാവർക്കും ഉള്ളവരല്ല, നമ്മുടെ ഇടയിൽ ചിലരെങ്കിലും ഉണ്ട്. അപ്പോ അരുണിനോട് ഇതുപോലെ ക്ലാസ്സിൽ ഒരു ചോദ്യമിട്ടപ്പോൾ ഉത്തരം എഴുതിയവർ കൈപൊക്കാൻ പറഞ്ഞു. ആകെ 5 or 6 പേര് കൈപൊക്കിയതിൽ ഈ അരുണും ഉണ്ടായിരുന്നു. അപ്പൊ ടീച്ചർ എന്ത് ചെയ്തു? എല്ലാവരും വെരി ഗുഡ്, വെരി ഗുഡ്, കൊള്ളാം എന്ന് എല്ലാ കുട്ടികളെയും ആദരിച്ചു. മനഃപൂർവമോ മനഃപൂർവമല്ലാതെയോ ഈ ടീച്ചർ ഈ അരുണിനെ വിട്ടു. അരുൺ കൈ താഴ്ത്തി ഇരുന്നു. അപ്പോൾ അവനിൽ നിന്ന് എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു. എന്താണ്? അവന്റെ ആത്മാഭിമാനം. ഒരിക്കലും ഒരു വിദ്യാർത്ഥിക്ക് നഷ്ടപ്പെടുവാൻ പാടില്ലാത്ത, ഒരു പൗരനെ നഷ്ടപ്പെടുത്തുവാൻ പാടില്ലാത്ത അവന്റെ ആത്മാഭിമാനം അവിടെ നഷ്ടപ്പെട്ടു. അവൻ പിന്നത്തേതിൽ ഒതുങ്ങിക്കൂടി നടുബെഞ്ചിന്റെ ആരും ശ്രദ്ധിക്കപ്പെടാത്തടത്ത് ഇരുന്നു തുടങ്ങി. ചോദ്യം ചോദിച്ചാലും എഴുതുവാനുള്ള ഒരു മനസ്സാന്നിധ്യം കാട്ടുവാൻ ആകാതെ അവൻ ഇരുന്നു തുടങ്ങി. അവൻ ആരോടും സംസാരിക്കാതെയായി. അവൻ ക്രമേണ ക്ലാസ്സിൽ വരാതെയായി. ഇതിനുള്ള ഉത്തരവാദി ആരാണ്? ആത്മാഭിമാനം നഷ്ടപ്പെട്ട് സമൂഹത്തിൽ സാമൂഹിക വിരുദ്ധരായ ഒട്ടനവധി പേരുടെ ചരിത്രം പറയുന്ന ഈ കേരള മണ്ണിൽ ഇനിയെങ്കിലും LMS മിഷണറിമാരാൽ നൽകപ്പെട്ട ഈ സ്കൂളുകളിൽ കുഞ്ഞുമക്കളുടെ ആത്മാഭിമാനങ്ങളിൽ കളഞ്ഞുകൊണ്ടുള്ള പ്രവൃത്തികൾ ചെയ്യരുതേ എന്ന് അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അവൻ സുമുഖനല്ലെങ്കിലും, അവൻ പഠിത്തത്തിൽ മിടുക്കനല്ലെങ്കിലും അവനൊരു ആത്മാഭിമാനമുണ്ട്. ആ ആത്മാഭിമാനത്തെ തകർക്കാതെ കാത്തു സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമാണ് അധ്യാപകന്റെ പ്രഥമ ഉത്തരവാദിത്വമെന്ന് ഉൾക്കൊള്ളണമെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളട്ടെ. ആറാമതായി
ഇത് ശ്രദ്ധിക്കണം. ആത്മവിശ്വാസം വളർത്തുക. ക്ലാസ് മുറികൾ നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടേ നിങ്ങളുടെ ക്ലാസ് മുറികളിൽ ചില കുട്ടികളെങ്കിലും മൗനികളായി ഇരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓർത്ത് നോക്ക്. ചില കുട്ടികളെങ്കിലും ഇരിക്കും. ആ കുട്ടിയിൽ ഒരമ്മയുടെ വയറ്റിൽ നിന്ന് മറ്റുള്ളവരെ പോലെ സകലവിധ ആരവാരങ്ങളോടും കൂടി ജനിച്ച് വീണവരാണ് അവിടെ മൗനികളായിരിക്കുന്ന ആ കുട്ടികളെന്നും ജനിച്ചു കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവരെ പോലെ ഞാൻ ഈ ഭൂമിയിലെത്തിയെന്ന് അറിയിക്കുവാൻ ഉറക്കെ കരഞ്ഞവരാണ് ആ കുഞ്ഞുമക്കൾ. ആ കരച്ചിലൊടുവിൽ മോണ കാട്ടി ചിരിച്ചിരുന്നു അവരും. പിന്നെ എപ്പോഴാണ് അവർ മൗനികളായത്? ബോധമുറച്ച നാൾ മുതൽ മാറ്റി നിർത്തപ്പെട്ടപ്പോഴാണ് അവർ മൗനികളായത്. ആദ്യം കൂട്ടത്തിൽ ഒരാളായി ആത്മവിശ്വാസത്തോടെ മുന്നേറിയ അവർ എപ്പോഴാണ് പിൻവലിഞ്ഞത്? 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും മുൻബെഞ്ചിലും നടുബെഞ്ചിലും ഇരുന്നവർ പിന്നത്തേതിൽ എപ്പോഴാണ് പിൻവലിഞ്ഞത്? ആ കുഞ്ഞുങ്ങളെ നമുക്ക് വേണ്ടയോ? അധ്യാപകരാരും ആ കുഞ്ഞുങ്ങളെ പേര് വിളിച്ച് ചേർത്ത് നിർത്തുന്നില്ല. അവരാരും പഠിക്കുവാൻ കഴിയാത്തവരുമല്ല. നിനക്കതിന് കഴിയും എന്ന ആത്മവിശ്വാസത്തോടെ അവനെ ചേർത്ത് നിർത്തി പറയേണ്ടുന്ന ടീച്ചർമാർ, അധ്യാപകർ പറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട അധ്യാപകരെ, നിങ്ങളുടെ അധ്യാപന വൃത്തിയിൽ ഇത് ശ്രേഷ്ഠതയുള്ളതാകണമെങ്കിൽ, ഞാനും നിങ്ങളും നയിക്കുന്ന കുടുംബങ്ങളിൽ നമ്മുടെ മക്കൾ ശ്രേഷ്ഠ പദവിയിൽ എത്തണമെങ്കിൽ, അധ്യാപന വൃത്തിയിലായിരിക്കുമ്പോൾ ഒരു കുഞ്ഞിനോടെങ്കിലും അവന്റെ ആത്മവിശ്വാസം നിനക്കിതിന് കഴിയും എന്ന് ചേർത്ത് നിർത്തി അവന്റെ ആത്മവിശ്വാസത്തെ ഉയർച്ചയിൽ എത്തിച്ച് അവനെ അവഗണിക്കുന്നവനെ, അവനെ അപകർഷതാബോധത്തിൽ നിന്ന് അവനെ മാറ്റിയെടുത്താൽ ആ ദിവസമായിരിക്കും നിങ്ങളുടെ അധ്യാപന ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം എന്ന് ദക്ഷിണകേരള മഹായിടവകയായി ഓർമ്മിപ്പിക്കുക. ഇതിനെ ചിലപ്പോൾ പുച്ഛിച്ചതല്ല. അപകർഷതാബോധത്തിൽ എന്റെയോ നിങ്ങളുടെ മക്കളായിട്ടുണ്ടെങ്കിൽ, അവഗണനയിൽ എന്റെയോ നിങ്ങളുടെ മക്കളായി പോയിട്ടുണ്ടെങ്കിൽ, അവനെ ചേർത്ത് നിർത്തി സമൂഹത്തിൽ ഉയർച്ചയിലേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വം മക്കളടുത്ത് നമുക്കുണ്ടെങ്കിൽ, സമൂഹത്തിന് പ്രതിബദ്ധതയുള്ള ഉണ്ടാകേണ്ട ഈ മക്കളെ വളർത്തിയെടുക്കുവാനുള്ള ഉത്തരവാദിത്വവും അധ്യാപകരിൽ മാത്രം നിക്ഷിപ്തമാണെന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ഏഴാമതായി, യേശുവിന്റെ അധ്യാപന രീതി. യേശുവിന്റെ അധ്യാപന രീതി വ്യത്യസ്തമായിരുന്നു. യേശു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളുടെ രീതിയിൽ വന്ന് പഠിപ്പിക്കും. ഉപദേശങ്ങളിലൂടെ യേശു പഠിപ്പിച്ചു, ചോദ്യങ്ങളിലൂടെ യേശു പഠിപ്പിച്ചു, ഉപമകളിലൂടെ യേശു പഠിപ്പിച്ചു. അതാണ് സത്യം. നമുക്ക് ഒരുപാടുണ്ട് യേശുവിനെ കുറിച്ച് പറയുവാൻ. ആലയത്തിൽ വൈദിക ശ്രേഷ്ഠന്മാരോട് അഗാധ പാണ്ഡിത്യമുള്ള വ്യക്തിയായിട്ട് സംസാരിച്ചു. തന്റെ ശിഷ്യന്മാരോട് ലളിതമായിട്ട് യേശുപ്പച്ചൻ സംസാരിച്ചു. അപ്പോൾ ആ യേശുവിന്റെ പഠന രീതി നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മുടെ ക്ലാസ് റൂമുകളിൽ അറിവും പാണ്ഡിത്യവുമുള്ള കുട്ടികൾ കാണാം, സുമുഖനും സുന്ദരനുമായ കുട്ടികൾ കാണാം, വർണ്ണ വ്യത്യാസത്തിലുള്ള കുട്ടികൾ കാണാം, പണക്കാരനെന്നോ ഏഴകളെന്നോ എന്നുള്ള വ്യത്യാസത്തിലുള്ള കുട്ടികൾ നമ്മുടെ ക്ലാസ് മുറികളിൽ കാണാം. ധനവാനെന്നോ ദരിദ്രനെന്നോ എന്ന രീതിയിൽ വ്യത്യസ്ത ചിന്താഗതികളുള്ളവർ നമ്മുടെ ക്ലാസ് മുറിയിൽ കാണാം. യേശു അപ്പച്ചന്റെ പഠന രീതി അവരെ വ്യത്യസ്തമായി കയ്യിലെടുത്ത് അവരെ എല്ലാവരെയും ചേർത്ത് പിടിപ്പിക്കുന്ന ഒരു പഠന രീതിയായിരുന്നു. ആ പഠന രീതി അവലംബിക്കുവാൻ ദക്ഷിണകേരള മഹായിടവകയായി ബഹുമാനപ്പെട്ട ആദരണീയരായ ടീച്ചേഴ്സിനെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ നമ്മൾ ജെൻസി കുട്ടികളെ, ജെൻ ആൽഫ കുട്ടികളെ, ജെൻ ബീറ്റ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടവരാണ്. നമ്മൾ ക്ഷമയും കരുണയുമുള്ള കുട്ടികളായിരിക്കണം, അധ്യാപകരായിരിക്കണം. ആരെ പോലെ? ആൻസലിമൻ ടീച്ചറിനെ പോലെ നമ്മൾ കുട്ടികളെ മനസ്സിലാക്കുന്നവരായിരിക്കണം. ആരെ പോലെ? ശിവസുബ്രഹ്മണ്യ അയ്യർ സാറിനെ പോലെ.
നമ്മൾ കഴിവുകളെ അറിയുന്ന ടീച്ചേഴ്സ് ആയിരിക്കണം. ആരെ പോലെ? ലൂയിസ് ടീച്ചറിനെ പോലെ. ശിക്ഷയല്ല, വഴികാട്ടൽ. നമ്മൾ ചുമ്മാ പിള്ളേരെ അടിക്കാനും പിടിക്കാനും പോവല്ലേ. ടീച്ചർ അടിയത്തില്ലല്ലേ? വഴികാട്ടലായിരിക്കണം. ഏത് ടീച്ചറെ പോലെ? ആൽബർട്ട് സാറിനെ പോലെ ആയിരിക്കണം. അഞ്ചാമതായി നിഷ്പക്ഷത പാലിക്കണം. ഒരു അരുണിനെ ദ്രോഹിച്ച ടീച്ചർ ആരുമാകരുത്. അപകടനയിൽ ഇട്ടുകൊടുക്കരുത്. ഒരു കുട്ടിയുടെ ആത്മാഭിമാനം നമ്മൾ കവർന്നെടുക്കരുത്. അരുണിനെ നശിപ്പിച്ചതുപോലെ സാമൂഹ്യ വിരുദ്ധരായിട്ട് മാറ്റരുത്. ആറാമതായി ആത്മവിശ്വാസം. അപകർഷണ ബോധത്തിലായിരിക്കുന്ന ഒട്ടനവധി കുട്ടികൾ നമ്മുടെ ക്ലാസ് മുറികളിൽ കാണാം. അപകടന നേരിടുന്ന ഒട്ടനവധി കുട്ടികൾ നമ്മുടെ ക്ലാസ് മുറികളിൽ കാണാം. അവരെ ചേർത്ത് പിടിച്ച് നിനക്കതിന് കഴിയുമെന്ന് ആത്മവിശ്വാസം കൊടുക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥ ടീച്ചർമാരായി നിങ്ങൾ അംഗീകരിക്കപ്പെടുമെന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഏഴാമതായി യേശുവിന്റെ പഠനരീതി. അപ്പോൾ ഈ 7 നിർദ്ദേശങ്ങൾ പാലിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ